പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സാം മണ്ണിൽ, ടാമി പ്രേയർ സെന്റർ തെക്കേമൻ. ബി എ ഗുഡ് പേരന്റ്, ഒരു നല്ല മാതാപിതാക്കളാകുക എന്ന ഒരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ അല്പസമയങ്ങൾ ശുശ്രൂഷിക്കുവാൻ ദൈവം ഒരുക്കുന്ന ഈ സാവകാശത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും വളരെ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. ഒരു സമൂഹം, ഒരു കുടുംബം, ഒരു സഭ, നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും ഒത്തിരി പ്രതീക്ഷയോടെ, ഒത്തിരി സ്വപ്നതുല്യമായി നാം കാത്തിരിക്കുന്ന ഒരനുഭവമാണ് ഒരു നല്ല തലമുറ എന്നുള്ളത്. സമൂഹത്തിലും സ്കൂൾ വിദ്യാഭ്യാസ പഠന മേഖലകളിലും സഭാപരമായ പഠനങ്ങളിലുമെല്ലാം നല്ല തലമുറകളെ അവിടുന്ന് വാർത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ദൈവവചനത്തിനകത്ത് മാതാപിതാക്കൾക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷനെ വളരെ അർത്ഥവത്തായി, വളരെ ഗൗരവപരമായി ദൈവവചനം നമ്മെ മനസ്സിലാക്കി തരും. അതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളാണ്. എന്നാൽ എൻ്റെ ചോദ്യം, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളിൽ നമ്മൾ എത്ര പേർ ഒരു നല്ല പിതാവാണ്, ഒരു നല്ല മാതാവാണ്? എന്താണ് വചനത്തിനകത്തൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്? എന്താണ് സമൂഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന ഒരു നല്ല പിതാവിൻ്റെ, ഒരു നല്ല മാതാവിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണ്? ഇങ്ങനെ തുടങ്ങുന്ന ഒരു വലിയ ചിന്തകൾ നമ്മൾ തുടർമാനമായി അവിടുന്ന് ചിന്തിക്കാൻ പോവുകയാണ്, മനസ്സിലാക്കാൻ പോവുകയാണ്. അത് നമ്മുടെ ലൈഫിൽ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുവരുന്ന 4 വിധത്തിലുള്ള മാതാപിതാക്കളുണ്ട്. 4 വിധത്തിൽ, 4 അനുഭവത്തിലുള്ള. ഒന്നാമത്തെ ഒരു പറയുന്നത് ഒരു സ്വേച്ഛാധിപത്യ ശൈലിയാണ്. എല്ലാറ്റിൻ്റെ മേലും ഭയങ്കരമായ ഡിസിപ്ലിൻ, ഭയങ്കരമായ കൺട്രോൾ. കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതുപോലെയുള്ള വളരെ സ്വേച്ഛാധിപതമായി ഒറ്റയ്ക്കെടുക്കപ്പെടുന്ന ആ ഒരു തീരുമാനത്തിലുള്ള ഒരനുഭവം. നമ്മള് പറയുമ്പോൾ അവരെ അങ്ങോട്ട് വിടുന്നില്ല, അവരെ ഇങ്ങോട്ട് വിടുന്നില്ല, ഫുൾ കൺട്രോളിലായിട്ട്. ഇതൊരു വളരെ വൈകാരിപരമായ ഒരു ശൈലിയാണ്. ഒരുപക്ഷെ ആ പിതാവിനോ അല്ലെങ്കിൽ മാതാവിനോ അങ്ങനെ ഒരു ശൈലി ഉണ്ടാകാൻ അവർ വളർന്നു വന്ന സാഹചര്യം, അവർ വളർന്നു വന്ന അനുഭവം അതിനൊരു കാരണമാകാം. ചില മാതാപിതാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെയാ വളർന്നത്, അതുകൊണ്ട് എൻ്റെ പിള്ളേരെ ഞാൻ അങ്ങനെ തന്നെ വളർത്തത്തുള്ളൂ. കാലം മാറുന്നു, സാഹചര്യം മാറുന്നു, ടെക്നോളജികൾ മാറുന്നു, കുഞ്ഞുങ്ങളുടെ അറിവുകൾ മാറുന്നു, അവരുടേതായ ജീവിത ശൈലികൾ മാറുന്നു. ഇതിനനുസരിച്ച് അവരെ പക്വതയോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും സ്നേഹത്തോടും കൂടെ വളർത്തുക എന്നത് മാതാപിതാക്കളായ നാം പലപ്പോഴും ഓർമ്മിക്കാതെ ഈ ഒരു സ്വേച്ഛാധിപത്യ ശൈലിയിൽ ഫുൾ കൺട്രോൾഡ് ആയിട്ട്, രാവിലെ വീട്ടിൽ നിന്ന് സ്കൂളിൽ പോയാൽ അവരുടെ പുറകെ പോയി നമ്മൾ അന്വേഷിക്കും, അവരുടെ ഫ്രണ്ട്സിനോട് നമ്മൾ കാര്യങ്ങൾ ഇതാക്കും. എല്ലാ നിലകളിലും, എല്ലാ ഇടങ്ങളിലും, എല്ലാ അനുഭവങ്ങളിലും അവരെ പൂർണ്ണമായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ടൈറ്റായിട്ട്, കുഞ്ഞുങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പിഴിഞ്ഞെടുക്കുന്ന പോലെ അവരെ നാം കൺട്രോൾ ചെയ്താൽ ആ ശൈലി തീർച്ചയായും ഒരു പരാജയമാണ്. കാരണം തലമുറകൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു അനുഭവം അല്ല, ഒരു സ്വേച്ഛാധിപത്യ അനുഭവം അല്ല.